ഇന്ന് നമുക്ക് നോക്കുന്നത് എംപ്ലോയീസിന്റെ ലീവ് ബാലൻസ് എങ്ങനെ ട്രാക്ക് ചെയ്യാം എന്നതാണ്. അതേപോലെ അതിന്റെ KPI എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളൊന്ന് നോക്കുന്നത്. നമുക്കിവിടെ തന്നിട്ടുള്ള ഡാറ്റയുള്ള എംപ്ലോയീസിന്റെ ID, എംപ്ലോയീസിന്റെ പേര്, ആനുവൽ ലീവ്, ലീവ് ടേക്കൺ, ലീവ് ബാലൻസ്, സ്റ്റാറ്റസ് എന്നീ രീതിയിലാണ് ഡാറ്റ തന്നിട്ടുള്ളത്. ഫസ്റ്റ് നമുക്കിവിടെ ലീവ് ബാലൻസ് എന്നുള്ളത് ഈക്വൽ ടു D4 മൈനസ് E4 എന്റർ. ഇപ്പൊ നമുക്കിവിടെ ഓരോന്നിന്റെയും ലീവ് ബാലൻസ് കൂടെ കിട്ടി. ഇനി നമുക്കിവിടെ സ്റ്റാറ്റസ് ആയിട്ട് വെക്കേണ്ടത് ഈക്വൽ ടു, അതായത് ഇവിടെ 0 ആണ് എന്നുണ്ടെങ്കിൽ നോ ലീവ്, ഈക്വൽ ടു 5 അല്ലെങ്കിൽ ലെസ് ദാൻ 5 ആണെന്നുണ്ടെങ്കിൽ ലോ ബാലൻസ് ഒന്നും, അതിന്റെ മുകളിലാണ് എന്നുണ്ടെങ്കിൽ ബാലൻസ് അവൈലബിൾ ഒന്നും, 3 സ്റ്റാറ്റസും കൂടെ വെക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് റൗണ്ട് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, F4 ഈക്വൽ ടു 0 ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാറ്റസ് വരുന്നത് നോ ലീവ്. അതേപോലെ F4 ഈക്വൽ ടു വീണ്ടും നമ്മൾ ഇഫ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇഫ് F4 ഈക്വൽ ടു ലെസ് ദാൻ 5 ആണ് എന്നുണ്ടെങ്കിൽ ലോ ബാലൻസ്. ഇഫ് സ്റ്റാർട്ട് ചെയ്തു, റൗണ്ട് ബ്രാക്കറ്റ് F4 ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 5 ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലീവ് അവൈലബിൾ എന്ന്, എന്നിട്ട് എൻ്റർ അടിക്കുക. ഇപ്പൊ ഇവിടെ നമുക്ക് ഓരോ സ്റ്റാറ്റസ് കിട്ടും. 3 ആയതുകൊണ്ട് ലോ ബാലൻസിൽ വന്നു, ഈക്വൽ ടു 5ന്റെ താഴെയാണെങ്കിൽ ലോ ബാലൻസ്, അതിന്റെ മുകളിലാണെങ്കിൽ ലീവ് ബാലൻസ്, ലാസ്റ്റ് 0 ആണെങ്കിൽ നോ ലീവ്. ഇനി ഇതിന്റെ KPI നമുക്ക് എങ്ങനെ കാണാം? ഇവിടെ നമ്മൾ ചേഞ്ചസോ എന്തെങ്കിലും മാറ്റം വരുത്തിയപ്പോ ഇവിടെ ഞാനിപ്പോൾ 19 എന്ന് കൊടുക്കും. 9. ഇപ്പൊ ഇവിടെ ലീവ് ബാലൻസ് എന്ന് പറയും. ഓക്കെ, ഇവിടെ KPIയിൽ എംപ്ലോയീസ് എന്നുള്ളതിൽ നമുക്കിവിടെ എത്ര എംപ്ലോയീസ് ആണ് ഉള്ളത് എന്നുള്ളത് ഈക്വൽ ടു കൗണ്ട് A. എത്ര എംപ്ലോയീസ് ഉള്ളത് ജസ്റ്റ് ഇവിടെ ഡ്രാഗ് ഡൗൺ ചെയ്യാം, എൻ്റർ. അതുപോലെ ടോട്ടൽ ലീവ് എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം, സമ്മ് എന്ന് കൊടുക്കാം. ടോട്ടൽ ആനുവൽ ലീവ്, ടോട്ടൽ ലീവ് ടേക്കണമെന്നതിന് വീണ്ടും സമ്മ് എന്ന് കൊടുക്കാം. ലീവ് ബാലൻസ് എന്നതിന് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, സമ്മ് എന്ന്. ഇപ്പൊ ഒരു മാനേജേഴ്സും അല്ലെങ്കിൽ HR മാനേജർക്ക് ഈ KPI കണ്ടു കഴിഞ്ഞാൽ അവരെല്ലാം ഡാറ്റ കിട്ടും. ഇതിനനുസരിച്ച്
നമുക്ക് തീരുമാനം എടുക്കാം. അതേപോലെ ഇതിന്റെ ഇൻസൈറ്റ്സും നമുക്ക് ലഭിക്കുകയും ചെയ്യും. എല്ലാവരും ഇത് കാണുക, റിപ്പീറ്റായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക് യു.